Hi friends, ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ സ്പെഷ്യലാണ്, പനീർ ബട്ടർ മസാല. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് പനീർ ബട്ടർ മസാല. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. കടായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 10 ഗ്രാം ബട്ടർ ഉണ്ടാകും. ഇനി ഇതിലേക്ക് 2 മീഡിയം ഉള്ളി അരിഞ്ഞു വെച്ചത് സവാള ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും ലേശം ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഫ്ലെയിം ഒരുപാട് ഹൈ ആയി പോകരുത്. ഇത് 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞതാണ്. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് 10 കശുവണ്ടി ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു 4 മീഡിയം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി വെന്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. നമ്മൾ വഴറ്റി വെച്ച മസാല തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഗ്രൈൻഡറിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതൊരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരല്പം പോലും തരി പോലെ കിടക്കാൻ പാടില്ല. ഞാനിവിടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഞാനിവിടെ വീണ്ടും ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പം നേരത്തെ പോലെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 20-25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാല ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് പച്ചമുളക്, ഇതിൽ ചേർക്കാനുള്ള പൊടികളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഫ്ലെയിം ലേശം ലോയിൽ വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ മസാലപ്പൊടിയെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഉള്ളി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 1 കപ്പിന് മേളിൽ വെള്ളമുണ്ട്.
സവാളയ്ക്കകത്ത് ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഇതിലൊരൽപ്പം മല്ലിയിലൊക്കെ വിതറി കൊടുക്കുകയാണ്. ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഞാനിതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ക്രീം ഇട്ട ശേഷം ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 500 ഗ്രാം പനീർ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. പനീർ ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മെത്തിയാണ്. ഇതിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു നല്ല ഫ്ലേവർ കൊടുക്കും. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസിനെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്